നമസ്കാരം. നമുക്കിന്ന് ആത്മാക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ മനുഷ്യർക്കും ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവപ്പെടണമെന്നില്ല. പക്ഷെ എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ആത്മാക്കളുടെ സാന്നിധ്യം പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് തരം എനർജിയാണെന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും കൂടുതലുണ്ടാകുക. അവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതിനേക്കാളും കൂടുതലും ഇവർക്ക് മനസ്സിലാവും. ഈ നക്ഷത്രക്കാർ തനിച്ചിരിക്കുമ്പോഴാണ് കൂടുതലും ഈ എനർജിയൊക്കെ ഇവർക്ക് പെട്ടെന്ന് തോന്നുന്നത്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും ചിന്തിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അവർ അടുത്തൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് ഇവർക്ക് തോന്നും. ഏറ്റവും കൂടുതൽ മരിച്ചു പോയിട്ടുള്ളവരെ സ്വപ്നം കാണുന്നത് ഈ നക്ഷത്രക്കാരായിരിക്കും. ഈ ആളുകളൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ദേഹം തണുക്കുക, പെട്ടെന്ന് രോമാഞ്ചം ഉണ്ടാകുക, കണ്ണ് തുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു 10 പേര് കൂടി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് മാത്രമായിട്ട് വേറൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവർക്ക് മാത്രമായിട്ട് അതിനൊരു കഴിവുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. കാരണം പെട്ടെന്ന് ഇവർക്ക് അത് കിട്ടും. എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് എനർജി കിട്ടും. നെഗറ്റീവ് ആണ് ഉള്ളതെങ്കിൽ നെഗറ്റീവ് എനർജി ഇവർക്ക് മാത്രമായിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ നക്ഷത്രക്കാരുടെ അടുത്തായിരിക്കും ആത്മാക്കൾ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ളവർ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരോ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഉറക്കത്തിലാണെങ്കിലും സ്വപ്നം കാണുക അല്ലെങ്കിൽ സ്വപ്നത്തിൽ നമ്മുടെ മരിച്ചു പോയിട്ടുള്ളവരെ കാണുക കൂടുതൽ ഈ നക്ഷത്രക്കാരായിരിക്കും. നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ നമ്മുടെ അടുത്തൊരാളുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അത് കൂടുതലും ഈ നക്ഷത്രക്കാർക്കായിരിക്കും. കാരണം ഈ നക്ഷത്രക്കാർക്കാണ് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവാതിര, വിശാഖം, അവിട്ടം, ചോതി, ചതയം, ആയില്യം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്കാണ് ആത്മാക്കളുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊതുഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവരുടെ ജനനസമയത്തിൻ്റെയും ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റം വരാവുന്നതാണ്. ഈ നക്ഷത്രത്തിൽ പെട്ടതാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.